വെറും 25% മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഡോക്ടർമാർ പറയുന്ന രേണു ആ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഓരോരുത്തർ കമൻ്റ് ഇടുന്നതും ഓരോരുത്തർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതും എല്ലാം നമുക്ക് രേണുവിൻ്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഈ വീഡിയോ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ രേണുവിന് വന്നിട്ടുള്ള മോശം കമൻറ്റുകൾ ഞാൻ അതിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിക്കുക. ഇത് നീതിയാണോ, ന്യായമാണോ, മനുഷ്യത്വരഹിതമായുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതിനെ ഹൃദയപൂർവ്വം ദുഃഖിച്ചുകൊണ്ട് നമുക്ക് രേണുവിൻ്റെ ഹൃദയപർശിയായ ആ വീഡിയോ ഒന്ന് കാണാം. ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത്. ആ കീമോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് അവസ്ഥയെന്ന് എനിക്ക് അറിയില്ല. ഒരാഴ്ചത്തേക്ക് ഞാൻ ഡൗൺ ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുമെന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. 5 കീമോയും സർജറിയും എല്ലാം കിടക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വേണം. കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയുടെ എഫക്റ്റ് കൊണ്ട് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ എനിക്ക് അത് ഓർമ്മ പോലും ഇല്ല ആ സമയം. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ 3 ദിവസം ICUലായിരുന്നു. ഒരുപാട് വേദനകൾ ഞാൻ സഹിച്ചു. കിടന്നിലായിരുന്നു, ഛർദിച്ചു, ലൂസ് മോഷനും ഒരു ഉമിനീരാക്കാൻ ഞാൻ ഛർദിച്ചു. പക്ഷെ ഇത്തവണത്തെ കീമോയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ സ്നേഹവും പ്രാർത്ഥന കൈ അനക്കാൻ പറ്റില്ല. കൈക്ക് ഭയങ്കര വേദനയാണ്. അപ്പൊ കീമോക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ നേർച്ചകളും എന്നെ ശക്തമായിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് തന്നെയാണ് എനിക്ക് വിശ്വാസം. എന്റെ ശരീരത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസറിനേക്കാൾ വളരെ വിഷമുള്ള ക്യാൻസർ ഉള്ള നാക്കുള്ളവരും അല്ലെങ്കിൽ അതുപോലെ കമന്റ് ഇടുന്നവരെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർക്ക് ആർക്കും ഒരു അസുഖം വരാതെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് മാത്രം എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചാനല് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു. ഇനി 5 കീമോയും സർജറിയും കഴിഞ്ഞാൽ അപകടം വളരെ കൂടുതലാണ്. പിന്നെ ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം. ഈ 5 സർജറിക്ക് ശേഷമാണ് കൂടുതൽ ഗുരുതരം. അപ്പോൾ അത് രേണുവിനെ അറിയാം, രേണുവിൻ്റെ കുടുംബക്കാർക്ക് അറിയാം. പക്ഷെ അതൊന്നും പുറം ലോകത്തിനെ കാണിച്ചുകൊണ്ട് ദുഃഖിതയായി ടോപ്പ് വയ്ക്കാണ്ട് മുടിയും കാണിച്ച് നടക്കാനായിട്ട് രേണുവിന് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അതിനു വേണ്ടി എന്തെല്ലാം വൃത്തികേടുകളാണ് പറയുന്നത്. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ രേണുവിനെയും കിച്ചുവിനെയും പറ്റി പറയുന്ന കാര്യങ്ങൾ എൻ്റെ നാവുകൊണ്ട് പറയാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു പാവം അച്ഛൻ, അദ്ദേഹം എത്ര കുടുംബങ്ങൾക്ക് നല്ലത് ചെയ്തിട്ടുണ്ടെന്നറിയാം. അദ്ദേഹം നല്ലത് മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് പോലും ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അച്ഛന്മാർ, അദ്ദേഹത്തിന് പോലും കിടന്നുറക്കാൻ തൊഴിലില്ല എന്നുള്ളതാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ട് ആ വോയിസ് എല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുക. അദ്ദേഹം ഒരു വൈദികനാണ്. നിങ്ങളിങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ശാപം, ആ പാപമൊന്നും നിങ്ങൾക്ക് കഴുകിക്കളഞ്ഞാൽ പോകുന്ന ഒരു കാര്യങ്ങളല്ല. അവരൊക്കെ നമ്മൾ ബഹുമാനിക്കുക വേണ്ടത്. അവരെ ഇതിലേക്ക് വലിച്ചടിക്കാണ്ടിരിക്കുക. അവരാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പറയണത്. അതൊക്കെ വളരെ തെറ്റാണ്. അതെനിക്ക് പറയാനുള്ള. വേറെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഈ വേട്ടാവളിയന്മാരുടെ, ഈ കമൻറ്റ് മനോരോഗികളുടെ, ഈ റിയാക്ഷൻ ചെയ്യുന്ന പല യൂട്യൂബേഴ്സും ഉണ്ട്. അവരൊന്നും മനസ്സിലെ കുഷ്ഠം പെട്ടെന്നൊന്നും പോവില്ല. ഇതിപ്പോൾ നമ്മുടെ ഒരു ശരീരത്തിലെ ഏതെങ്കിലും ഭാഗം എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് വാഴഞ്ഞാരാന്ന് പറയും. എന്നിട്ട് അവരതിനെതിരെ വീഡിയോ ചെയ്യും. അവർക്ക് എന്താണ് വേണ്ടത്? സാമ്പത്തികം. ഇങ്ങനെ ആൾക്കാരെ പച്ചർച്ചി തിന്ന് കിട്ടുന്ന സാമ്പത്തികം കൊണ്ട് എന്തുണ്ടാക്കാനാണ്? എന്ത് ലാഭം അതുകൊണ്ട്? നല്ലത് പറഞ്ഞിട്ട് 4-10 രൂപ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. 4 ആൾ നിങ്ങളെ കാണുമ്പോൾ ബഹുമാനിക്കും. ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പച്ചർച്ചി തിന്നിട്ട് നിങ്ങൾ ചെയ്യല്ലേ. ഈ രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു റീലിട്ടാലും എന്തെങ്കിലും ഒന്ന് സോഷ്യൽ മീഡിയയിൽ പറയാനും പാടില്ലേ? ക്യാൻസറാന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കാൻ തന്നെയാണ് നിങ്ങൾ പറയണത്. എന്നും മിണ്ടാണ്ട് ബോധമില്ലാണ്ട് ബെഡിൽ മറിഞ്ഞാടി കിടക്കണം. ഇപ്പോൾ അവർ ജോലിനത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അവർക്ക് അവരുടെ ജോലിന് 10 രൂപ വരുമാനം കിട്ടാനായിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നു, പറയണ്, ഇടുന്നു. അത് ഈ ക്യാൻസറും വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാനോ അല്ലെങ്കിൽ ക്യാൻസർ ഇല്ലാണ്ട് ആൾക്കാരെ പറ്റിക്കാനോ ഒന്ന് ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയല്ല അദ്ദേഹം. ഈ രേണുവിന് അങ്ങനെ ക്യാൻസറുകാരുടെ പേരും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാനോ പൈസ ഉണ്ടാക്കാണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഇഷ്ടംപോലെ കാശ് കിട്ടുന്ന ഒരു വ്യക്തിയാണ്. അതിനിപ്പോൾ ക്യാൻസറാന്ന് പറഞ്ഞിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് ഇവിടെ കയറി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്കുമില്ല. ആരും ചെയ്യാത്ത ഒരു കാര്യം. അത് രേണു ഒരിക്കലും ചെയ്യില്ല. രേണു സത്യം മറന്ന് കളിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ചെയ്യില്ല.
അത് നമുക്ക് വിശ്വസിക്കാം, 100% വിശ്വസിക്കാം. പിന്നെ ഈ വേട്ടാവളിയന്മാർ പറയണത് അത് നമ്മൾ ഈ ചെകുട്ടിയോടെ കേട്ട് ആ ചെകുട്ടിയോടെ വിടുക. ഇവരെ നന്നാക്കാനായിട്ട് ഇനി ദൈവം വിചാരിച്ചാലും ഇവരെ നന്നാക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ രേണു ആദ്യം ചെയ്യേണ്ടത് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുക, കമൻറ്റ് നോക്കേ വേണ്ട. രേണു ഇഷ്ടം പോലെ വീഡിയോ ഇട്ടോളൂ, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ രോഗമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല. അവരെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി അവർ വീഡിയോ ഇടുക. ഇപ്പോൾ മമത മോഹൻദാസ് ക്യാൻസറാന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കില്ല, ഇഷ്ടം പോലെ സിനിമയിൽ അഭിനയിക്കും, ആ കാശും കിട്ടി അമേരിക്കയിൽ പോയിട്ട് ചികിത്സിക്കും. അത് കഴിഞ്ഞ് വീണ്ടും പ്രസരിപ്പോടെ ചെറുപ്പമായിട്ട് വീണ്ടും തിരിച്ചു വരും, വീണ്ടും 2-3 പടത്തിൽ അഭിനയിക്കും, പോവും. അതെന്താണ്, അവർക്ക് ചികിത്സയ്ക്ക് നല്ല പൈസ ചിലവാണ്. ഇപ്പോൾ രേണു തന്നെ പറഞ്ഞില്ലേ, ഓരോ കീമിക്ക് 2 ലക്ഷം രൂപയുടെ മരുന്നുണ്ട്, ബാക്കിയുള്ള ചിലവുകൾ വേറെ. ഇതൊക്കെ നിങ്ങൾ കൊണ്ടു കൊടുക്കുമോ? ആ കിട്ടുന്ന എന്തൊക്കെയാ സഹായങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സന്തോഷമായി കൊടുക്കുന്നവരെ നിന്ന് മേടിക്കുന്നുണ്ട്. ആളെ കയ്യിൽ നിന്നും തല്ലി പിരിച്ച് മേടിക്കുന്നില്ലല്ലോ കാശ് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പാവത്തിനെ ഉപദ്രവിക്കണ്ട, അത് പൊക്കോട്ടെ, അതെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അതും അതിൻ്റെ കിടാവ് എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. നിങ്ങൾ അവരെ പച്ചറിച്ച് തിന്നാനായിട്ട് പോകേണ്ട വേട്ടവളിയന്മാരെ, ഇതെനിക്ക് പറയാനുള്ളത്. നമ്മളെ അവസാനത്തെ ഒരു വാക്കാണ് കേട്ടോ വേട്ടവളി എന്ന് പറയുന്നത്. അല്ല, അത്രയും നമുക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് തന്നെയാണ് അത്. എന്നാലും നമ്മൾ പറഞ്ഞു പോവുക. ഇത്രയും കമൻറ്റുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ആരായാലും പറഞ്ഞു പോവില്ലേ?